നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ ഇന്ന് വരാനുള്ള കാരണം, നമ്മുടെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്കൂൾ ബേസ് നോക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ സ്കൂൾ ബേസിൽ പാലക്കാടാണ് കൊണ്ടുപോയതെങ്കിലും കൊല്ലം ജില്ലയിൽ രണ്ടാം സ്ഥാനം 6ാം സ്ഥാനം ഈ സ്കൂളിനുണ്ട്. അപ്പോൾ ഇവിടുത്തെ 37 കുട്ടികളാണ് ഇപ്രാവശ്യം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തത്. കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവിധ ഇനങ്ങളിലായിട്ട് വളരെ കൂടുതൽ കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. 6 ഇനങ്ങളിലാണ് സംസ്ഥാന യുവജനോത്സവത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് കുട്ടികൾ പങ്കെടുത്തത്. അതിൽ 3 ഗ്രൂപ്പ് ഐറ്റവും 3 സിംഗിൾ ഐറ്റവുമാണ് മത്സരിച്ചത്. അതിൽ ഒരു ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റങ്ങൾക്കും A ഗ്രേഡ് കരസ്ഥമാക്കുന്നതിന് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഇനത്തിൽ മത്സരിച്ചത് സംഘഗാനം, പരിചമുട്ട്, തിരുവാതിര, ഇത്ര ഐറ്റങ്ങളാണ് ഗ്രൂപ്പ് ഇനത്തിൽ മത്സരിച്ചത്. അതിൽ സംഘഗാനത്തിനും പരിചമുട്ടിനും A ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. തിരുവാതിരയ്ക്ക് B ഗ്രേഡാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. സംഘഗാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സംഘഗാനത്തിന് കുട്ടികൾ പാടിയ ഗാനം ഇവിടുത്തെ ഒരു ടീച്ചർ തന്നെയാണ് അത് എഴുതിയത് എന്നുള്ള ഒരു പ്രാധാന്യം കൂടി സംഘഗാനത്തെ സംബന്ധിച്ച് ഉണ്ട്. ഈ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിട്ടുള്ള സുധീഷ്ണൻ ടീച്ചർ എഴുതിയ വരികളാണ് ഈ കുട്ടികൾ സബ് ജില്ല മുതൽ പാടി സംസ്ഥാനത്തെത്തി A ഗ്രേഡ് കരസ്ഥമാക്കിയത് എന്നുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കുട്ടികളുടെ ഒപ്പം തന്നെ അധ്യാപികയ്ക്കും വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. അതേപോലെ ഇൻഡിവിജ്വൽ ഐറ്റവുമായി ബന്ധപ്പെട്ട് സിംഗിൾ ഐറ്റത്തിൽ 3 ഐറ്റത്തിലാണ് കുട്ടികൾ A ഗ്രേഡ് കരസ്ഥമാക്കിയത്. അത് സംസ്കൃതം എസ്സേ കോമ്പറ്റീഷൻ, അതേപോലെ ഉറുദു എസ്സേ കോമ്പറ്റീഷൻ, മലയാളം പ്രസംഗ മത്സരം, ഈ 3 ഐറ്റത്തിലും കുട്ടികൾക്ക് A ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് സബ് ജില്ല മുതൽ നിരന്തരമായ പ്രാക്ടീസുകൾ നടത്തിയാണ് നമ്മൾ ഈ കുട്ടികളെ സംസ്ഥാന ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിന് ഇവിടുത്തെ അധ്യാപകരും ആ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഇവിടുത്തെ PTA ഉൾപ്പെടെ വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. സംസ്ഥാന ലെവലിൽ കൊല്ലത്തിന് ഇപ്പോൾ 6ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 992 പോയിന്റുകൾ കരസ്ഥമാക്കി 6ാം സ്ഥാനത്ത് എത്തിയ കൊല്ലം ജില്ലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് നല്ല ഒരു പോയിന്റ് ഈ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയ്ക്ക് നേടിക്കൊടുക്കാനായിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രശംസനീയമായ കാര്യമാണ്. അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിട്ട് അതിനെ ഞാൻ കാണുന്നു. എന്താ പേര്? ദേവനന്ദ. തസ്നി. ഹരിപ്രിയ. അപ്പൊ മോൾ ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തത്? ഞാൻ മലയാളം പ്രസംഗത്തിനാണ് കലോത്സവത്തിന് പങ്കെടുത്തത്. ഞാൻ ഉറുദു എസ്സേ റൈറ്റിംഗ്, സംസ്കൃതം എസ്സേ റൈറ്റിംഗ്. അപ്പോൾ മൊത്തത്തിൽ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കലോത്സവത്തിൽ പങ്കെടുത്തത്? ആദ്യമായിട്ടാണോ സ്റ്റേറ്റിൽ 3 ആൾക്കാരും പങ്കെടുക്കുന്നത്? ഞാനും ആദ്യമായിട്ട്. കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് പങ്കെടുത്തോളൂ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ? കൊല്ലത്തെ ഇത്രയും കളറായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര ഒരു എക്സ്റ്റസി ഫീൽ ചെയ്യുന്ന അനുഭവമായിരുന്നു. ആ മണ്ണിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഊർജ്ജം നമുക്കും കിട്ടും പോലെ തോന്നി. ഇനിയും പോകണം, ഇനി പറ്റുമ്പോഴൊക്കെ പോകണം, എവിടെ കലോത്സവം വന്നാലും കാണാൻ പോകണം എന്നൊക്കെ അവിടെ വെച്ചൊരു ഉറച്ച തീരുമാനമൊക്കെ എടുത്തു. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് 3 ആൾക്കാരും പഠിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും +1, ചേച്ചി +2. അപ്പോൾ എന്താ ഇപ്പൊ അങ്ങനെയാണ്? താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? എക്സ്പീരിയൻസ് ഒരു പ്രത്യേകത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ജില്ലയിൽ ഉള്ള 14 ജില്ലയിൽ നിന്നുള്ള കുട്ടികളുടെ കൂടെ മത്സരിക്കുന്നതായിരുന്നു. പിന്നെ എനിക്കൊരു മത്സരിക്കുന്നതിന് പ്രൈസ് കിട്ടുന്നതിൽ കൂടുതൽ വേറെയുള്ള ജില്ലയിലെല്ലാം പഠിച്ച കുട്ടികളുടെ കൂടെ ഒന്ന് മത്സരിക്കുന്നത് എനിക്ക് സന്തോഷമായിട്ട് തോന്നിയത്. പിന്നെ വടക്കേ സൈഡിലായിട്ടുള്ള ജില്ലകളിലെ ആൾക്കാരെയൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഞാൻ. പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇയാളിപ്പോൾ 2ാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കലോത്സവം ഇപ്രാവശ്യത്തെ കലോത്സവം തമ്മിൽ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ നാട്ടിലെ കലോത്സവം അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കോഴിക്കോട് നിന്ന് എത്ര സ്ഥാനമായിരുന്നു കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം? കോഴിക്കോട് 8ാമത്തെ സ്ഥാനം.
ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ കലോത്സവം അടിപൊളിയായിരുന്നു പറഞ്ഞത്. എത്ര ആൾക്കാരുണ്ടായിരുന്നു മത്സരിക്കാനൊക്കെ? 14 പേരുണ്ടായിരുന്നു. 14 പേരുണ്ട്. ആ 14 പേരിൽ നിന്ന് എ ഗ്രേഡ് മലയാളം പ്രസംഗത്തില്. അതെ, എ ഗ്രേഡ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരായിട്ട് മത്സരിച്ചപ്പോൾ ഒരു ഫീല്? ഇത്രയും തീ പാറുന്ന പ്രാസംഗികരെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ അടുത്ത തലമുറയിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരുപാട് പേര് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് മനസ്സിലായി. അവരുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെയും പ്രസംഗിക്കാമല്ലേ എന്ന് ചിന്തിച്ച മൊമെന്റ്സ് ഉണ്ട്. ഇയാളോ? ഇയാള് ഉപന്യാസം ഉറുദു ഉപന്യാസം. ഉറുദു ഉപന്യാസം എങ്ങനെയുണ്ട്? എത്ര ആൾക്കാരുണ്ടായിരുന്നു? 14 ജില്ലയിലും ആൾക്കാരുണ്ടായിരുന്നു. 14 കുട്ടികള്. 14 കുട്ടികളിൽ എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? 14 കുട്ടികളിലും പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രത്യേകത ഇല്ലായിരുന്നു. അതന്നെ എന്തുവാ, നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരും പ്രിപ്പയർ ചെയ്ത് വന്നത്. അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ടെൻഷൻ ഇല്ലാതെ പോയി കൂളായിട്ട് പോയി എഴുതിയിട്ട് വന്നു. എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്ന്. അതിന് പഠിച്ചിട്ടാ പോയത്. പഠിച്ച് എന്തായിരുന്നു ടോപ്പിക് കിട്ടിയത്? ജനാധിപത്യത്തിന്റെ ഭാഗം. അപ്പൊ ഇയാള് ഇവിടുന്ന് എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഇവിടുന്ന് ടൈമൊക്കെ വെച്ച് നോക്കിയിട്ട് ആ ടൈമിന്റെ ഉള്ളിൽ എഴുതി തീരാൻ പറ്റുമോ നോക്കിയായിരുന്നു? ടൈമിന്റെ ഉള്ളിൽ അതുപോലെ സെന്റൻസ് ഒക്കെ എഴുതാന് ക്യാച്ചി സെന്റൻസസ് ഒക്കെ നോക്കി. പിന്നെ അല്ലാതെ എത്ര ടൈമിന്റെ ഉള്ളിൽ എഴുതി തീർത്തു? ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂറായിരുന്നു സമയം. 1.25 മണിക്കൂർ വരെ എഴുതി തീർത്തു. ഇയാള് സംസ്കൃതമായിരുന്നു. സംസ്കൃത ഉപന്യാസം. കഴിഞ്ഞ പ്രാവശ്യം സംസ്കൃതം തന്നെയായിരുന്നു. കൂടുതൽ ചോദിക്കാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു സംസ്കൃതം? സംസ്കൃതം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് സംസ്കൃതത്തിന്റെ സ്ഥാനമായിരുന്നു ടോപ്പിക്ക്. അപ്പൊ നല്ലോണം എഴുതാൻ പറ്റി. എഴുതി തീർത്തു. എത്ര ടൈമിന്റെ ഉള്ളിൽ? ഒരു 1.25. 1.25. സെയിം. എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റുള്ളവരത് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷമുള്ള കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ കമ്പനിക്കാരുണ്ടായിരുന്നു. അവരായിട്ട് എങ്ങനെ എപ്പോഴും കമ്പനി തന്നെയാണോ? അല്ല, കോണ്ടാക്ട് ഒന്നുമില്ല. കണ്ടപ്പോ അങ്ങനെ കാണുന്നതാണ്. ഇനി ഇയാളത് വരുമ്പോ പ്രസംഗമായിരുന്നു. എന്തായിരുന്നു ടോപ്പിക്? നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ സർഗാത്മകത. എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റുള്ളവരത് എങ്ങനെ ഉണ്ടായിരുന്നു? ടോപ്പിക് കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരും അവിടെ ചെന്നപ്പോഴും പ്രസംഗിച്ച് കഴിഞ്ഞ് ചെന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ടോപ്പിക് കേട്ടപ്പോൾ ഒരേപോലെ ഞെട്ടിയവരാണ്. പക്ഷെ എല്ലാവർക്കും സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും അവരുടേതായ ഒരു നിലപാടും ഉണ്ടായിരുന്നു. അത് ഭംഗിയായിട്ട് ഒത്തിരി പേര് പ്രസന്റ് ചെയ്തു. വന്നവരെല്ലാവരും നല്ല പ്രാസംഗികരായിരുന്നു. ഇവിടെ ജില്ലയിൽ നിന്ന് എന്തായിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നത്? ലോക സമാധാനവും ഭാരതവും. അത് പിന്നീട് സുഖം. ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് എന്നപ്പോ ഒരു കുതിച്ചതായിട്ടായിരുന്നു ടോപ്പിക് കിട്ടത്തില്. അപ്പൊ എങ്ങനെയായിരുന്നു ഇത്ര പെട്ടെന്ന് ഏതെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തത് ഈ ഒരു ടോപ്പിക്കില്? ഇല്ല, ഞങ്ങൾക്ക് 5 മിനിറ്റ് ആണ് പ്രസംഗത്തിന് പ്രിപ്പയർ ചെയ്യാൻ തരുന്ന സമയം. അപ്പം നമ്മുടെ കയ്യിൽ മറ്റു ഡിവൈസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ടോപ്പിക് കിട്ടിയപ്പോൾ എവിടുന്നോ വായിച്ചതും കേട്ടതും ഒക്കെ കൂട്ടിച്ചേർത്ത് കുറച്ചു നേരം സംസാരിച്ചു. ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. എ ഗ്രേഡ് ആണ് എല്ലാവർക്കും. ഗ്രേഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇല്ല കലോത്സവത്തിന്. എ ഗ്രേഡ് കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. പ്രസംഗിച്ചു കഴിഞ്ഞു കുറെ പേരുടെ കേട്ടപ്പോ തോന്നി ഇല്ല കിട്ടില്ലായിരിക്കും, ഒരുപാട് നന്നായിട്ട് പ്രസംഗിച്ചവരുണ്ടാവും എന്നൊക്കെ മനസ്സ് പറഞ്ഞു. പക്ഷേ എ ഗ്രേഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോ അടുത്ത വട്ടം കൂടെ നിങ്ങൾക്ക് രണ്ടത്തെ അവസരമുണ്ട്. ഞങ്ങൾക്ക് ടൈം ഇനിയില്ല. അപ്പൊ ഇനി അടുത്ത വർഷവും ഇതേപോലെ ഉപന്യാസവും എന്താ പ്രസംഗം മാത്രം തന്നെയാണോ? അത് ഡാൻസ് ആയിട്ട് ഒന്നും ഇറങ്ങുന്നില്ലേ? ഡാൻസ് പഠിച്ചാലല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമുക്കുള്ള കഴിവുകൾ വെച്ചിട്ട് കലോത്സവത്തിന് പോവുക, ഒത്തിരി പേരെ കാണുക, അതാണ് ആഗ്രഹം. ഇയാളെ ലാസ്റ്റത്തെയാണ്. അപ്പൊ ഇനിയൊരു കലോത്സവം നമുക്ക് സ്കൂൾ ജീവിതത്തിൽ ഉണ്ടാവില്ല, കോളേജ് ലൈഫിലുണ്ടാവും. പക്ഷെ അത് വേറൊരു യൂണിവേഴ്സിറ്റികൾ തമ്മിലാണ്. എങ്ങനെ ലാസ്റ്റത്തെ കലോത്സവമായിട്ട് എന്താ പറയാനുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ വെച്ച് നടന്ന അതും ലാസ്റ്റത്തെ കലോത്സവം അത് എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചർ പേരെന്താ? നൂർജഹാൻ. എന്താ നമ്മളെ കലോത്സവത്തിന്റെ കൺവീനർ? അതെ, ഇവിടെ സ്കൂളിന്റെ കൺവീനർ. ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ആദ്യം കലോത്സവത്തിനെ കുറിച്ച്. കലോത്സവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ പഠനവും അതോടൊപ്പം തന്നെ മറ്റു ശേഷികളും വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളത് സ്കൂളിൻ്റെ ഒരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മുടെ സ്കൂളിൽ നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നിറവേറ്റി എന്ന് പറയാൻ കാര്യം, സബ് ജില്ലയിൽ നമുക്ക് മാനുവൽ അനുസരിച്ച് 59 ഇനങ്ങളാണ് നമുക്ക് കയറ്റാൻ പറ്റുന്നത്. അതിൽ 50 ഇനവും നമ്മൾ സബ് ജില്ലയിൽ കയറ്റിയായിരുന്നു. 132 കുട്ടികളാണ് 50 ഐറ്റംസിലായിട്ട് സബ് ജില്ലയിൽ കയറിയത്. അതിൽ ജില്ലയിലേക്ക് ജയിച്ച് പ്രാപ്തി നേടിയ കുട്ടികൾ 25 ഐറ്റംസ്, അതായത് 108 കുട്ടികൾ ജില്ലയിലേക്ക് അവസരം നേടിയായിരുന്നു.
പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് വന്നപ്പോൾ ഐറ്റംസിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു. കുട്ടികളുടെ എണ്ണം 37 കുട്ടികളാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുത്തത്. അതിൽ എ ഗ്രേഡ് നേടിയത് 18 കുട്ടികളും 9 കുട്ടികൾ ബി ഗ്രേഡ് നേടി. മൊത്തം 27 കുട്ടികളാണ് ഗ്രേഡോടുകൂടി സംസ്ഥാന തലത്തിൽ എത്തിച്ചത്. അപ്പോൾ ഇതിൽ കൂടുതൽ എത്തിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ നേടാനുള്ള കുട്ടികളും കഴിവുള്ള കുട്ടികളും നമ്മുടെ സ്കൂളിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ എന്തുകൊണ്ടോ ഒക്കെ അത് നടന്നില്ല. ആ ഒരു ലക്ഷ്യം കുറച്ചും കൂടെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടും കലോത്സവത്തിന് അതിൻ്റേതായ പ്രാധാന്യം വേണം. കൊറോണ കഴിഞ്ഞത് 2ാമത്തെ കലോത്സവമാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ പഴയതോ അതിൽ കൂടുതലോ വളരെയധികം നല്ല രീതിയിലാണ് കൊല്ലത്ത് കലോത്സവം നടന്നത്. എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കിയാൽ വളരെയധികം അടുക്കും ചിട്ടയോടുകൂടിയും ഓരോ ഇനങ്ങളുടെയും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അപ്പോൾ കലോത്സവത്തിന് ഗവൺമെൻറ്റും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ വേണം. കുട്ടികളുടെ സർഗശേഷി പഠനത്തോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ പഠനത്തെക്കാൾ ഏറെ അവരുടെ ഈ ശേഷി ഉള്ളവർ അവരെ വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് സ്കൂളിൻ്റെയും അതേപോലെ ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളെ കൊല്ലം ജില്ലയിൽ 2ാമത്തെ സ്ഥാനമാണ് സ്കൂൾ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ 2ാമത്തെ സ്ഥാനമാണ് ബോയ്സ് സ്കൂളിനുള്ളത്. സബ് ജില്ലാ തലത്തിൽ നമുക്ക് ഓവറോൾ ലഭിച്ചായിരുന്നു. ജില്ലാതലത്തിൽ നമുക്ക് 6ാം സ്ഥാനം ആണ് കിട്ടിയത്. അപ്പം അതിലും നമുക്ക് സ്കൂളിൽ സന്തോഷമാണ്. സ്റ്റേറ്റ് തലത്തിൽ സ്കൂളുകൾ നോക്കാമെങ്കിൽ നമ്മൾ 23ാം സ്ഥാനമാണ്. മൊത്തം കേരളത്തിലെ എല്ലാ സ്കൂളും നോക്കിയാൽ 23ഉം ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 6ാം സ്ഥാനവും കൊല്ലം ജില്ലയ്ക്കുണ്ട്. അതിലെന്താ പറയുന്നത്? ഇത്രയും കുട്ടികളെ നമ്മളെ എത്ര 6 ഐറ്റമാണ് നമ്മൾ പോയത്. സ്കൂളിൽ നിന്ന് 6 ഐറ്റം ആയിരുന്നു. മൊത്തം പോയത് 7 ഐറ്റം പോയിട്ടുണ്ട്. ഒന്ന് പറയാം, അത് തിട്ടാട്ടെ. സംഘഗാനം, പരിചമുട്ട്, തിരുവാതിരക്കളി, പിന്നെ സംസ്കൃതം എസ്സേ റൈറ്റിംഗ്, ഉറുദു എസ്സേ റൈറ്റിംഗ്, പിന്നെ പ്രസംഗം, മൃദംഗം, ദഫ്, ഇത്രയും പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. ഗ്രേഡ് എ ഗ്രേഡ് കിട്ടിയത് പരിചമുട്ടിന്, എസ്സേ റൈറ്റിംഗ് സാൻസ്കൃത്, എസ്സേ റൈറ്റിംഗ് ഉറുദു, പിന്നെ പ്രസംഗം മലയാളം നമുക്ക് എ ഗ്രേഡ് കിട്ടി. തിരുവാതിരയ്ക്ക് ബി ഗ്രേഡ് കിട്ടി. അപ്പോൾ ടീച്ചർ എത്ര കാലം ഇവിടെ ഇങ്ങനെ കൺവീനറായിട്ട് കലോത്സവത്തിന്റെ കൺവീനറായിട്ട് തുടരുന്നു? കലോത്സവത്തിൻ്റെ കൺവീനറായിട്ട് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ എനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ അതിൽ വിശ്വാസം തീരെ ഇല്ലായിരുന്നു. കലോത്സവം എന്ന് പറയുമ്പം അത് വളരെ ഉത്തരവാദിത്വത്തോടെ എടുക്കേണ്ട ഒരു ജോലിയാണ്. അത് ചുമതല ഏറെയാണ്. നമുക്ക് തമാശ രൂപേണ അത് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതിനു മുന്നേ ഉള്ള സ്കൂളുകളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ മുഴുവനുമായിട്ടും കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക, അവരെ തുടക്കം മുതൽ ഒടുക്കം വരെ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ള ജോലി ഇതുവരെയും ആയിട്ടില്ല. പക്ഷേ എന്നിൽ വിശ്വാസം അർപ്പിച്ച് സ്കൂളിൻ്റെ പ്രിൻസിപ്പല് പ്രദീപ് സാറ് അത് തന്നു. എനിക്ക് കഴിയുമോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷേ അത് കഴിയുമെന്നുള്ളൊരു വിശ്വാസം സാറ് തന്നപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യാമെന്ന് ഞാൻ മാത്രമല്ല കേട്ടോ. ഒരിക്കലും കലോത്സവം ഒരു ടീച്ചറിനെ കൊണ്ട് നടക്കുന്നതല്ല. തിരുവാതിരയുടെ മുഴുവൻ ഉത്തരവാദിത്വം എടുത്തത് ഹിസ്റ്ററിയിലെ രജിത ടീച്ചറാണ്. ടീച്ചർ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ സംഘഗാനം എഴുതുകയും ആ സംഘഗാനത്തിന് വേണ്ടിയുള്ള പാട്ട് എഴുതുകയും അവരോടൊപ്പം സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ എത്തിച്ചത് സുധീഷ്ണ ടീച്ചറാണ്. അതേപോലെ നേരിട്ട് മറ്റു പല ടീച്ചേഴ്സും നേരിട്ടല്ലാതെയും നേരിട്ടും ടീച്ചേഴ്സിൻ്റെ എല്ലാം ഒരു ഒത്തൊരുമയാണ് നമുക്ക് ഇത്രയും കുട്ടികളെ 37 കുട്ടികളെ സംസ്ഥാന തലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരിക്കലും ഒരു ടീച്ചറിനെ കൊണ്ട് കലോത്സവം നടക്കില്ല. അപ്പോൾ പ്രാക്ടീസ് വേണം. അത് നമുക്ക് ഹയർ സെക്കൻഡറി ആണ്. പഠനം ഒട്ടും തന്നെ നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. എന്നാൽ ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ ട്യൂഷന് പോകാത്ത കുട്ടികൾ ആണ് ഉള്ളത്. അപ്പോൾ സ്കൂളിനെ ആശ്രയിച്ച് പഠിക്കുന്ന കുട്ടികളാണ് ഏറെയും. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് നഷ്ടപ്പെടാതെ നമുക്ക് പ്രാക്ടീസ് കൊടുക്കണം. അതിനായിട്ട് എല്ലാ ടീച്ചേഴ്സും എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ശനിയും ഞായറും ഉൾപ്പെടെ നമ്മൾ വന്നു പ്രാക്ടീസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ സബ് ജില്ലയിൽ എത്ര വർഷം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ വർഷത്തേക്ക് ഈ വർഷം തന്നെ മുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
ജൂലൈ അവസാനം ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ, അതായത് പരിചയമുട്ട് വളരെയധികം എഫേർട്ട് ഉള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ പരിചയമുട്ട്, പൂരക്കളി ഉണ്ട്, പിന്നെ ദഫും വട്ടപ്പാട്ടും ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ആ നല്ല ഒരു വഴക്കത്തോടു കൂടി വന്നാലേ പരിചയമുട്ടും പൂരക്കളിയും പറ്റുള്ളൂ. അതുപോലെ പാട്ടിലും ആ ഒരു ഒരുമിച്ചുള്ള ആ ഒരു ലയിച്ച് പാടുന്ന തരത്തിൽ ദഫും വട്ടപ്പാട്ടിനും വളരെ ഇതുണ്ട്. അതുപോലെ തിരുവാതിരക്കളി എല്ലാറ്റിനും എൻ്റെ പ്രാക്ടീസ് വേണം. അപ്പോൾ ശനിയും ഞായറും 2 ദിവസം മാത്രം നമുക്ക് കിട്ടും. ഞായറാഴ്ച എല്ലാ കുട്ടികളെയും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ശനിയാണ് കൂടുതലും. അങ്ങനെ ആയതുകൊണ്ട് ജൂലൈ ലാസ്റ്റ് മുതലേ നമ്മൾ അത് തുടങ്ങിയായിരുന്നു. ടീച്ചർ പേര് രജിത. എന്താണ് നമ്മളിവിടെ എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ ചരിത്രം പഠിപ്പിക്കുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം? കലോത്സവം വളരെ നല്ലതായിരുന്നു. നമ്മളെല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നിരവധി ഇനങ്ങളിൽ നമുക്ക് സംസ്ഥാനത്ത് പോകാൻ പറ്റി. കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സംസ്ഥാന തലത്തിൽ നല്ല ഒരുപാട് ഐറ്റംസ് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഈ വർഷവും കുറേ അധികം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ടീച്ചർ കലോത്സവത്തിന്റെ പിന്നിൽ ടീച്ചറെ കൈ എന്തായിരുന്നു? ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഏതാണ്ട് 7 വർഷത്തോളമായി. ഈ 7 വർഷവും എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ കുട്ടികളെയും കൊണ്ട് പോകാറുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറിയിൽ കലോത്സവം തുടങ്ങിയ കാലം മുതൽ തന്നെ സബ് ജില്ലാ തലത്തിൽ നമ്മുടെ സ്കൂൾ തന്നെയാണ് ഓവറോളായിട്ട് നിൽക്കുന്നത്. 2 വർഷം നമ്മൾ ജില്ലാതലത്തിലും ഓവറോളായിരുന്നു. 1 വർഷം നമുക്ക് 1 പോയിൻറ്റിനാണത് നഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ എല്ലാ വർഷവും കൂടുതലും ഞാൻ തിരുവാതിരയുടെ കൂടെയാണ് എസ്കോട്ടിംഗ് ആയിട്ട് പോകുന്നത്. ഈ വർഷവും തിരുവാതിരയോടൊപ്പം പോയിരുന്നു. 10-11 വർഷമായി സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂള് തിരുവാതിര മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 11 വർഷമായിട്ടും നമുക്ക് തന്നെ എ ഗ്രേഡ് കിട്ടാം. നമുക്ക് തന്നെ എ ഗ്രേഡ് കിട്ടാറുണ്ട്. പക്ഷേ ഈ വർഷം നമുക്ക് ബി ഗ്രേഡ് ആണ് കിട്ടിയത്. പിന്നെ എങ്ങനെ കുട്ടികളെ സഹകരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികളെല്ലാം നല്ല സഹകരണമാണ്. അത് മുമ്പ് കാലം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. നല്ല കുട്ടികളുടെ നല്ല കോപ്പറേഷന് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ടാകും. പേരൻസിൻ്റെ അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടാകും. അല്ല, ഇപ്പോൾ ടീച്ചർക്ക് ഒരു ഇത് തോന്നലില്ലേ, ഇത്രയും കുട്ടികളൊരു ചുമതല ഏറ്റെടുക്കുമ്പോൾ തിരുവാതിരയ്ക്കൊക്കെ 10 കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവരെ ചുമതല നമ്മൾ ഏറ്റെടുക്കണ്ടേ? അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. നമ്മളെ മാത്രമല്ലല്ലോ, ബാക്കി ടീച്ചേഴ്സുണ്ട്, കുട്ടികളുടെ എല്ലാം പേരൻസുണ്ട്. അവരുടെയൊക്കെ വലിയ സപ്പോർട്ടുണ്ട്. നമ്മളെക്കാളും പേരൻസ് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവരുടെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ വർഷങ്ങളിലും എനിക്കൊന്നും ഒരുപാട് ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ പോകുന്ന സ്കൂളാണ്. സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാർ സ്കൂളുകളിൽ നല്ല സ്ഥാനം വരുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള്. നമ്മളെ ഇപ്പോൾ എത്രാമത്തെ 62ാമത്തെ കലോത്സവമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. തിരുവാതിര, ദഫ്മുട്ട്, പരിചമുട്ട് ഇതൊക്കെ നമ്മുടെ കുത്തകയാണ് വർഷങ്ങളായിട്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെ അപ്പീൽ പോയിട്ടുണ്ട്? നമ്മൾ ഈ വർഷം നമ്മൾ അപ്പീൽ പോയത് ദഫ്മുട്ടിനായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഡയറക്റ്റ് തന്നെ എൻട്രി കിട്ടിയതാണ്. അപ്പോൾ ഈ ദഫ്മുട്ടിൽ നമുക്ക് അപ്പീൽ കൊടുത്തിട്ട് നമുക്ക് ഏത് ഗ്രേഡ് കിട്ടും? അപ്പീൽ കിട്ടിയിട്ട് എ ഗ്രേഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് എപ്പോഴും നമുക്ക് ജില്ലയിൽ 1ാം സ്ഥാനം വന്ന ടീമിനേക്കാളും 1 പോയിന്റെങ്കിലും മുന്നിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഗ്രേഡ് കണക്കാക്കത്തുള്ളൂ. അപ്പം റിസൾട്ട് നോക്കിയപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ സ്കൂൾ തന്നെയായിരുന്നു അവിടെയും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ഐറ്റംസ് തന്നെയാണോ ഈ വർഷവും? നമ്മളല്ല, ഈ വർഷം നമ്മൾ കൊണ്ടുപോയത് വഞ്ചിപ്പാട്ട്, അതുപോലെ പൂരക്കളി, ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെ നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് ഇറക്കിയത്. അതിന് മുമ്പ് പരിചമുട്ട്, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, സംഘഗാനം, നാടൻപാട്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്ന ഇനങ്ങളാണ്. പക്ഷേ വഞ്ചിപ്പാട്ടും പൂരക്കളി ഈ വർഷം പുതിയതായിട്ട് ഇറക്കിയതാണ്. അല്ല, അപ്പോൾ ഇപ്പോൾ പുതിയ ഇറക്കിയ ഐറ്റംസ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഇതിന്റെ മുന്നേ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടാവുമല്ലോ ഓരോ ജില്ലയിൽ നിന്നും. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, അയ്യോ ഇതിന് കിട്ടുമോ, എങ്ങനെ ഉണ്ടാവും, കുട്ടികൾ ഫസ്റ്റ് ടൈമാണ് ഇതാക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ പേടിയായിട്ടൊന്നും ഇല്ല. നല്ല മികച്ച അധ്യാപകർ തന്നെയാണ് വന്ന് അവരെ പഠിപ്പിച്ചത്. അപ്പം കിട്ടുമെന്ന് തന്നെ ആയിരുന്നു പ്രതീക്ഷ. അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്ന എല്ലാവരും നന്നായി മത്സരിക്കുന്ന ഇനങ്ങളാണല്ലോ എല്ലാം. അപ്പം എല്ലാവരുടെയും ഒന്നിനൊന്ന് മികവാർന്നത് തന്നെയാണ്. ആർക്കും 1ാം സ്ഥാനം കൊടുക്കും എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ടീച്ചർ തിരുവാതിര കളിക്കാണ് കൂടുതൽ ഇതാക്കുന്നത്. നമുക്ക് ഓരോ ചുമതല ഓരോ ടീച്ചേഴ്സിനും ഓരോരോ ഐറ്റത്തിന് തരും. അങ്ങനെ ചുമതല കിട്ടിയത് ടീച്ചർക്ക് തിരുവാതിര. അപ്പോൾ 14 ജില്ലയിൽ നിന്നുള്ള തിരുവാതിര ടീച്ചർ കണ്ടു? മിക്കവാറും എല്ലാ തിരുവാതിരയും 14 ജില്ലയിൽ നിന്നും 14 തിരുവാതിര അല്ലായിരുന്നു. എല്ലാ ജില്ലയിൽ നിന്നും ഓരോ അപ്പീൽ ഏതാണ്ട് 28ഓളം തിരുവാതിരകളുണ്ടായിരുന്നു. മുഴുവനും കണ്ട് റിസൾട്ടും അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ബി ഗ്രേഡ് കിട്ടിയപ്പോൾ നമ്മൾ ഹയർ അപ്പീലും കൊടുത്തിരുന്നു. ഹയർ അപ്പീലിൽ നമുക്കത് റിസൾട്ട് ബി ഗ്രേഡായിട്ട് തന്നെ ഉയർത്താൻ കഴിഞ്ഞില്ല. ഹയർ അപ്പീൽ റിജക്റ്റഡ് എന്നും പറഞ്ഞാണ്
കൊല്ലം അതേപോലെ എന്താ സ്ഥാനം 6ാം സ്ഥാനമായിരുന്നു. അതിന്റെ മുന്നേ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ മുകളിലേക്ക് വന്നായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു 6ാം സ്ഥാനത്തേക്ക് പോയപ്പോ എന്തെങ്കിലും ആദ്യത്തെ 2 ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ 10-നകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു 3ാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ തന്നെ. ആ ദിവസങ്ങളിൽ നമുക്ക് ഇവന്റുകളും കൂടുതലായിരുന്നു. പിന്നീട് വന്നപ്പോൾ നമുക്ക് എണ്ണം അതനുസരിച്ച് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വിഷമമൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ കൊണ്ടുപോയ ഇനങ്ങൾക്ക് എല്ലാത്തിലും നമുക്ക് ഒരെണ്ണത്തിനേ ഉള്ളൂ നമുക്ക് ബി ഗ്രേഡ് ആയിപ്പോയത്. ബാക്കി എല്ലാത്തിനും നമുക്ക് എ ഗ്രേഡ് തന്നെയുണ്ട്. എന്നാലും നമുക്ക് സ്റ്റേറ്റിൽ ഇത്രയും സ്കൂളുള്ളതിൽ നമുക്ക് നല്ലൊരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിൽ അത് വലിയ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. ഒരുപാട് സവിശേഷതകളുണ്ട് ഇവിടുത്തെ ഈ കലോത്സവത്തിൽ. ഒന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അവിടെ നമുക്ക് ഈ കൊല്ലം ജില്ലയിൽ സ്കൂൾ ബേസ് നോക്കുമ്പോൾ നമുക്ക് 2ാം സ്ഥാനം കിട്ടി. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ സംഘഗാനത്തിൽ എ ഗ്രേഡ് കിട്ടി. പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും തിരുവാതിര ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റത്തിനും ഇവിടുത്തെ കുട്ടികൾക്ക് എ ഗ്രേഡാണ് കിട്ടിയത്. അപ്പോൾ സംഘഗാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സംഘഗാനം ഇവിടുത്തെ ടീച്ചർ തന്നെ ഇംഗ്ലീഷ് അധ്യാപിക എഴുതി തയ്യാറാക്കിയതാണ്. ആ കുട്ടികൾ അത്രയും സന്തോഷത്തോടെയാണ് അത് അവിടെ പോയി ആലപിച്ചത്. 14 ജില്ലയിൽ നിന്ന് സംഘഗാനത്തിന് 18 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 18 ടീമിൽ നിന്നും ഇവർക്കാണ് എ ഗ്രേഡ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് പങ്കെടുത്ത എല്ലാ ഐറ്റംസും ഇവർ ഇവിടെ എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം, എങ്ങനെ ഇവരെ ചില കുട്ടികൾ ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്നുണ്ട്, ചിലർ തുടർച്ചയായിട്ട് ഇവിടെ പങ്കെടുക്കുന്നവരുണ്ട്, എല്ലാ സംസ്ഥാന കലോത്സവത്തിനും പങ്കെടുക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് പോവാം. ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് സുധീഷ്ണ ബി കെ എന്നാണ്. ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് അധ്യാപികയാണ് ഇവിടുത്തെ. അപ്പോൾ എന്താണ് കലോത്സവത്തിന് ആദ്യമായിട്ട് കലോത്സവത്തിന് പോകുന്നത്? കലോത്സവം ഞങ്ങളുടെ ഒരു വികാരമാണ്. കാരണം വർഷങ്ങളായി ഈ സ്കൂളിൻ്റെ ഭാഗമാണ് ഞാൻ. 2012 മുതൽ 2016 വരെ ഈ സ്കൂളിൽ ടീച്ചറായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ജില്ല മാറണം എന്നുള്ളതുകൊണ്ട് 5 വർഷം അടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി മടങ്ങി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ കൊട്ടാരക്കര സ്കൂളിന് അതൊരു സവിശേഷമായ ഒരു ഇത് തന്നെയുണ്ട്. കാരണം പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മളെ കുട്ടികൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ കൊട്ടാരക്കര സ്കൂളിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അഭിമാനകരമാണ്. ഒരു അധ്യാപിക എന്ന നിലയിലോ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലോ രക്ഷിതാവ്, അതായത് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന നിലയിലും എല്ലാവർക്കും അഭിമാനമാണ് ഈ വിദ്യാലയം. കാരണം വർഷങ്ങളായി ഒരുപാട് അധ്യാപകരുടെയും ഒരുപാട് വിദ്യാർത്ഥികളുടെയും സംഭാവന കൊണ്ട് സമ്പന്നമായൊരു വിദ്യാലയമാണിത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കൊട്ടാരക്കര സ്കൂളിൻ്റെ ഭാഗമാവുക എന്നുള്ളതിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ്. കാരണം ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ. കാരണം അതിനു മുമ്പ് ഒരു അധ്യാപിക മാത്രമായിട്ടായിരുന്നു ഞാൻ. എൻ്റെ സർവീസിൽ ഉടനീളം ഒരു അധ്യാപിക, ക്ലാസ്സിൽ പോവുക, പഠിപ്പിക്കുക എന്ന ഒരു കൺവെൻഷണൽ ടീച്ചിങ്. പക്ഷേ ഈ സ്കൂളിൽ വന്നപ്പോൾ മുതലാണ് അധ്യാപികയ്ക്ക് ഉപരിയായി കുറേ കാര്യങ്ങൾ ഇൻസ്പിറേഷൻ, നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്നൊരു നല്ല കുട്ടികളുടെ ഇടയിലാവുമ്പോൾ കിട്ടുന്നൊരു ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. ഇവിടെ പ്രതിഭയുടെ സ്പർശമുള്ള കുട്ടികളാണ് എല്ലാവരും. ഒരുപക്ഷെ പഠനത്തിൽ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ ഒരു കുട്ടി പഠനത്തിൽ ഒരല്പം പിറകോട്ടാണെങ്കിൽ പക്ഷെ ആ കുട്ടിക്ക് തന്നെ മറ്റ് ഒരു മേഖലയിൽ NSSലും സ്കൗട്ടും ഗൈഡും ഒക്കെയുള്ള കുട്ടികളുടെ ഒരുപാട് അങ്ങനെയുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മാധ്യമത്തിലൂടെ ആ കുട്ടിയുടെ പ്രതിഭയെ തിരിച്ചറിയാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. കലോത്സവം അതിനുള്ള വലിയൊരു വേദിയാണ്. കാരണം ഒരുപാട് നന്നായി പാടാൻ കഴിവുള്ള, നൃത്തം ചെയ്യാൻ കഴിവുള്ള, രചനാ വൈഭവമുള്ള ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും ഈ വിദ്യാലയത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മളും വളരെ ഒരു ഇൻസ്പയർഡ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൊട്ടാരക്കര സ്കൂളിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആവാം എനിക്കിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പാട്ടെഴുതുക, കുട്ടികളെ മത്സരത്തിന് ഇറക്കുക. കാരണം അവർ വിജയിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ് പ്രിൻസിപ്പളായാലും സഹാധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും ഇവരെല്ലാം കൂടെ, എല്ലാ രക്ഷിതാക്കളായാലും എല്ലാവരും കൂടെ ഉള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പിന്തുണ ഈ സ്കൂളിന് വളരെയധികം വലുതാണ്. ജനപ്രതിനിധികളായാലും കൊട്ടാരക്കര സ്കൂളിനെ വലിയ കരുതലോടെയാണ്, അഭിമാനമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനവും പിന്തുണയും ചേർന്ന് വരുമ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം വളരെ വലുതായിരിക്കും. അപ്പം ഞാൻ 2018 ആദ്യമായിട്ട് പാട്ടുകൾ എഴുതിയത്. അപ്പൊ ഈ കലോത്സവത്തിലെ ടീച്ചർ പാട്ട് എഴുതി അത് വലിയ സന്തോഷകരം എന്ന് വെച്ചാൽ ഞാൻ 2018 പാട്ടെഴുത്തിലേക്ക് വന്നത്. കാരണം ഈ വിദ്യാലയത്തിൽ വെച്ച് ഒരിക്കലും ഇതുപോലെ ഒരു ലൈബ്രറി ഹാളിൽ വെച്ച് കുട്ടികളുടെ ഒരു കവിത
കവിയരങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായി. വിജേഷ് മാഷ് എന്ന അധ്യാപകനാണ് അത് സംഘടിപ്പിച്ചത്. അന്ന് ആദ്യമായി അവതരിപ്പിച്ച കവിതയിലൂടെയാണ് എഴുത്തിലേക്ക് മടങ്ങി വന്നത്. കോളേജ് കാലത്തുണ്ടായിരുന്നു, എഴുത്തിലേക്ക് മടങ്ങി എത്തിയത് 2018 അന്ന് മുതൽ എഴുതിയ ലളിതഗാനങ്ങൾ, സംഘഗാനങ്ങൾ എല്ലാം 2018 19 നടന്ന സംസ്ഥാന കലോത്സവങ്ങളിൽ വിജയം നേടി. അതോടുകൂടി എനിക്ക് ആത്മവിശ്വാസമായി. 2018 എഴുതിയ വർഷം തന്നെ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ലളിതഗാനവും അതുപോലെ സംഘഗാനവും സംസ്ഥാന തലത്തിൽ വിജയിച്ചു. 2019 ആവർത്തിച്ചു. പിന്നീട് കോവിഡ് കാലത്ത് കലോത്സവം ഉണ്ടായിരുന്നില്ല. പക്ഷെ 2023 വീണ്ടും ഈ കലോത്സവങ്ങൾ വന്നപ്പം സംഘഗാനവും ലളിതഗാനവും സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കിട്ടി. പിന്നെ ആകാശവാണിയിലേക്ക് ലളിതഗാനങ്ങൾ എഴുതി കൊടുത്തിരുന്നു. അപ്പൊ 20 ഗാനങ്ങൾ ആകാശവാണിയിൽ വന്നു. ഇതൊക്കെ ട്യൂൺ ചെയ്യുന്നത് അല്ല ആകാശവാണിയിൽ കമ്പോസേഴ്സ് ഉണ്ട്. അല്ല, നമ്മുടെ സംസ്ഥാന കലോത്സവം അതെ അദ്ദേഹത്തിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. കാരണം ആനന്ദ് കാവുംവട്ടം, കോഴിക്കോട് സ്വദേശിയാണ്, കൊയിലാണ്ടിയുള്ള ആനന്ദ് കാവുംവട്ടം. അദ്ദേഹം സംഗീത അധ്യാപകനായിരുന്നു. പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധാന രംഗത്താണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് ഈ കുട്ടികളെല്ലാം തന്നെ. നമ്മുടെ സ്കൂളിലും അദ്ദേഹം അന്ന് പഠിപ്പിച്ചു. എഴുതുന്ന വരികൾ ഈണം ചെയ്യുന്നതും കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതും ആനന്ദ് കാവുംവട്ടാണ്. ഇപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് വന്ന സാരംഗ് ലളിതഗാനത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാരംഗ് ശ്യാമ സന്ധ്യാവനി എന്നുള്ള എൻ്റെ ഒരു ഗാനമാണ് ആലപിച്ചിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് വരുന്നത്. സംസ്ഥാന തലത്തിൽ അദ്ദേഹം ആ കുട്ടി പാടിയ പാട്ട് രചിച്ചത് ഞാനല്ല. പക്ഷെ ജില്ലാ മത്സരത്തിൽ വിജയിച്ചു വരാൻ വേണ്ടി ആ കുട്ടി സെലക്ട് ചെയ്ത പാട്ട്, ഈ കുട്ടി സംസ്ഥാന തലത്തിൽ വിജയിച്ച പാട്ട് എഴുതിയത് ആനന്ദ് മാഷിന്റെ ചേട്ടന്റെ മകനായിട്ടുള്ള നിതീഷ് നടേരിയാണ്. പ്രശസ്ത ഗാനരചയിതാവ് നിതീഷ് നടേരിയാണ് കുട്ടിക്ക് സംഘഗാനം ലളിതഗാനം സംസ്ഥാന തലത്തിൽ പാടി. ആനന്ദ് മാഷാണ് ഈണം ചെയ്ത് പഠിപ്പിച്ചത്. തേജസ് പ്രസീദ് എന്നുള്ള കുട്ടി കണ്ണൂർ തളിപ്പറമ്പിലുള്ള മൂത്തേടത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തേജസ് പ്രസീദ് ആലപിച്ചത് ഞാൻ എഴുതിയ പനിമതി മുഖി ബാലെ എന്ന് തുടങ്ങുന്ന ലളിതഗാനാണ് സംസ്ഥാന തലത്തിലും. ഇതെല്ലാം ഈ കൊല്ലത്ത് വെച്ച് നമ്മുടെ ആതിഥേയരായി നമ്മൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ എൻ്റെ തന്നെ വിദ്യാലയത്തിലെ എൻ്റെ തന്നെ ക്ലാസ്സിലെ കുട്ടികൾ സംഘഗാനം പാടി ജില്ലയിൽ വിജയിച്ചു, സംസ്ഥാന തലത്തിലും വിജയിച്ചു. അതെനിക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ അപൂർവമായ അവസരങ്ങളാണ്. ഇനി ഇത് ആവർത്തിക്കുമോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ നിമിഷം ഇതൊരു അപൂർവ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ. അതിന് കൊട്ടാരക്കര സ്കൂളിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഇത്രയും നമ്മളെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ പ്രചോദിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള താല്പര്യം വരുന്നത്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ സംഘഗാനം ടീമാണ്. അപ്പോൾ ഇവരെ നമുക്ക് വേണ്ടി ഒരു പാട്ട്, അവരെ സംഘഗാനം ഒന്ന് പാടിത്തരുന്നതാണ്. നമുക്ക് ആദ്യം ഇവരെ പരിചയപ്പെടാം. എന്താ പേര്? ഗൗരി DS, ഗൗരി M, സെയ്റ, അശ്വിനി പ്രസാദ്, അമേയ, ലക്ഷ്മി, ആര്യ. അപ്പോൾ എത്രാം ക്ലാസ്സിൽ എല്ലാവരും പഠിക്കുന്നു? +2, +1 അത്രയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവത്തിന്റെ എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് അല്ല, ലാസ്റ്റ് ഇയർ അല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. സംഘഗാനത്തിൽ ടീച്ചർ തന്നെ എഴുതി എന്താക്കി എ ഗ്രേഡ് നേടിയത്. എത്ര ടീം ഉണ്ടായിരുന്നു അവിടെ മത്സരിക്കാൻ? 18 ടീം എ ഗ്രേഡ് നേടി. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം സംഘഗാനത്തിന്റെ പാടല്ലേ? ഞങ്ങൾ സംസ്ഥാനത്ത് എ ഗ്രേഡ് വാങ്ങിച്ച ഈ സംഘഗാനത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ടീച്ചർ തന്നെയാണ്. എൻ്റെ ക്ലാസ് ടീച്ചറുമാണ്, ഇംഗ്ലീഷ് അധ്യാപികയാണ് ടീച്ചർ. അപ്പോൾ ആനന്ദ് കാവുംവട്ടം സാറാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ടീച്ചറിനെ വിളിക്കാം. എനിക്ക് ഇപ്പം സന്തോഷവും സങ്കടം കൂടിയാണ്. കാരണം സന്തോഷം, ഈ കുട്ടികൾ നമ്മുടെ വരികൾ പാടി സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സമ്മാനിച്ചു എന്നുള്ളത് സന്തോഷകരമാണെങ്കിലും ഇവരെല്ലാം ഈ വർഷം ഇവിടെ നിന്ന് പാസ് ഔട്ടായി പുറത്തേക്ക് പോവുകയാണ്. ഒരേ ഒരു വിദ്യാർത്ഥിനി ഒഴിച്ച് ബാക്കി എല്ലാവരും സെക്കൻഡ് ഇയേഴ്സാണ്. ഇവരെല്ലാം നമ്മളെ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പക്ഷെ ഇവർ ചെല്ലുന്നിടങ്ങളിലെല്ലാം ഇവരെല്ലാം ഗായകരാണ്, ഓൾറെഡി തെളിയിച്ച ഗായകരാണ്. ഇവർ ചെന്നെത്തുന്ന ഇടങ്ങളിലെല്ലാം പാട്ടിലും പഠിപ്പിലും ഒക്കെ മിടുക്കരായി മുന്നേറട്ടെ. ഇവരോടൊപ്പമുള്ള യാത്ര എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. കാരണം ഇത്ര നന്നായി പാടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ സംഘഗാനത്തിന് നമുക്കൊരു ടീം തയ്യാറാക്കാൻ പറ്റൂ. ലളിതഗാനം ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണല്ലോ, പക്ഷെ ഒരു സംഘഗാനം വേദിയിൽ എത്തണമെങ്കിൽ
ഒരു വിദ്യാലയത്തിൽ ഒരേപോലെ പാടുന്ന 7 കുട്ടികളെ കിട്ടിയാൽ മാത്രമേ നമുക്കതിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ഓരോരുത്തരും ഗൗരി DS, ഗൗരി, സേറ, അശ്വിനി, അമേയ, ലക്ഷ്മി, ആര്യ ഇവരെല്ലാവരും നന്നായി പാടുന്ന കുട്ടികളായതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വരികളെ ആ സംസ്ഥാന കലോത്സവ വേദിയിൽ എനിക്കും അത് കേൾക്കാനൊക്കെ ഭാഗ്യമുണ്ടായത് ഇവരിലൂടെയാണ്. പിന്നെ കുട്ടികൾ ആരും പഠന സമയം നഷ്ടപ്പെടുത്തി പരിശീലനത്തിന് ഇറങ്ങിയിട്ടില്ല. അതാണ് ഇവരുടെ വലിയൊരു മെച്ചം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിലിരുന്നിട്ട് അതിനുശേഷമുള്ള സമയം, അതുപോലെ ശനിയും ഞായറും അവധി ദിവസങ്ങളിലും സമയം കണ്ടെത്തി വന്നിട്ടാണ് ഈ കുട്ടികൾ വിദ്യാലയത്തിന് വേണ്ടി പരിശീലനത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയ സഹകരണവും അവരുടെ സ്നേഹം എപ്പോഴും ഞങ്ങളുടെ ടീച്ചറാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന ഈ വികാര വായ്പും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു. ഇവരെ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഷമമാണ് ഈ നിമിഷം. അന്തിമേഘത്തോപ്പിൽ നിന്നീ ചന്ദ്രനും എത്തി നോക്കി കായലോളങ്ങൾ കണ്ണു ചിമ്മി കാതിലെന്തോ കാര്യമോദി. അന്തിമേഘത്തോപ്പിൽ നിന്നീ ചന്ദ്രനും എത്തി നോക്കി കായലോളങ്ങൾ കണ്ണു ചിമ്മി കാതിലെന്തോ കാര്യമോദി. നീലരാവിൻ രാഗമായി കുളിർ തെന്നൽ മെല്ലെ തഴുകിയോ ആതിരാക്കിളി പാട്ടു കേട്ട് പ്രകൃതി മെല്ലെ മയങ്ങിയോ പാട്ടു കേട്ട് പ്രകൃതി മെല്ലെ മയങ്ങിയോ പ്രകൃതി മെല്ലെ മയങ്ങിയോ. സരിഗ റിഗ സരിഗ പഗ പഗരിനി പഗരി സരിഗ പഗ പപ പനി സനി സപ ഗപനി സനി സനി പഗ പഗരി സപനി സനി സസ സനി സനി പനി സഗ സ ഗപനി പഗര സസ സനി സനി ഗഗ ഗഗ പനി സ സ സരി ഗഗ ഗപനി ദ പനി സനി മനി ഗ പനി സനി സ സനി പഗ സനി ഗഗ ഗഗ പനി സ പ പ പനി സനി നി 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 സരി 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 നി സ സ സരി സ സരി സ ഗ. പ്രപഞ്ചമുണരും ഓങ്കാരത്തിൽ പ്രഭാകിരണത്തിൽ പ്രഭാമയി നിൻ പാദങ്ങളിലെൻ പ്രണാമ പുഷ്പങ്ങൾ. പ്രപഞ്ചമുണരും ഓങ്കാരത്തിൽ പ്രഭാകിരണത്തിൽ പ്രഭാമയി നിൻ പാദങ്ങളിലെൻ പ്രണാമ പുഷ്പങ്ങൾ. സംഗീതികേ ദ്രുതപദ ചലനം സമ്മോഹനം ശ്രുതിലയ ഭരിതം. സംഗീതികേ ദ്രുതപദ ചലനം സമ്മോഹനം ശ്രുതിലയ ഭരിതം. സപ്തരാഗസുധാമൃതം സർവമംഗളദായകം. സപ്തരാഗസുധാമൃതം സർവമംഗളദായകം. കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവൽ കൺവീനർ ഞാനായിരുന്നു. അപ്പോഴായിരുന്നു ഞങ്ങളിങ്ങനെ ഓരോരോ പ്രോഗ്രാമിന് കുട്ടികളെ സെലക്ട് ചെയ്തപ്പോഴാണ് സംഘഗാനത്തിന് നമുക്ക് നന്നായി പാടുന്ന കുട്ടികളുണ്ടല്ലോ എന്ന് കരുതി നമ്മളൊരു ടീമാക്കിയത്. അപ്പോൾ അന്ന് കുട്ടികൾ ട്രൈ ചെയ്തിരുന്നു ഇതേ ഗാനം. പക്ഷെ ഇപ്പോഴാണ് സംസ്ഥാന കലോത്സവത്തിൽ വിജയിച്ചത്. അപ്പോൾ അന്ന് തുടങ്ങിയ യാത്ര ഇന്നാണ് സഫലമായത്. വീണ്ടും വീണ്ടും കുട്ടികളെ അനുമോദിക്കുന്നു. മോളെ പേരെന്താ? എൻ്റെ പേര് അശ്വിനി പ്രസാദ്. +2 പഠിക്കുക. അതെ അതെ. എന്താ ജില്ലയിൽ എത്ര ഐറ്റത്തിന് പങ്കെടുത്തു? ജില്ലയിൽ 5 ഐറ്റത്തിലുണ്ടായിരുന്നു. ഉറുദു പദ്യം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, പിന്നെ സംഗാനം, തിരുവാതിര. നമ്മളെ സംസ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ എത്ര ഐറ്റം ചെയ്തു? 3 ഐറ്റം. ഈ 3 ഐറ്റത്തിൽ ഏതായിരുന്നു ഗ്രേഡ്? 3 ഐറ്റത്തിന് A ഗ്രേഡ് ഉണ്ടായിരുന്നു, തിരുവാതിരയ്ക്ക് B ഗ്രേഡ്. അപ്പോൾ
എങ്ങനെ ഉണ്ടായിരുന്നു പദ്യം ചൊല്ലല്, ഉറുദു പദ്യം ചൊല്ലല്? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, വിചാരിച്ച പോലെ അല്ലായിരുന്നു. എല്ലാവരും നല്ലോണം, എല്ലാ ജില്ലയിൽ നിന്നും നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പീലിൽ നിന്ന് വന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിന്ന് നമുക്ക് എ ഗ്രേഡ് കിട്ടി. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് സിംഗിളായിട്ടൊന്നും പോകാൻ പറ്റിയില്ല, അപ്പൊ ഇപ്രാവശ്യം പോയി. ഇത് ലാസ്റ്റത്തെ ഇയർ. അതെ, പോയി കിട്ടിയപ്പോൾ നല്ല സന്തോഷം. നമുക്ക് വേണ്ടിട്ട് ആ ഉറുദു പദ്യം ചൊല്ലല്. അതെ. आदाब। उर्दू के शायर अल्लामा इकबाल का कलाम अब हजरात के सामने पेश करना चाहते हो। सच कह दो ये ब्रह्मन गर तू बुरा ना माने, तेरे सनम कदों के, तेरे सनम कदों के बुत हो गए पुराने, तेरे सनम कदों के बुत हो गए पुराने। ഇതാണ് നമ്മുടെ കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുത്ത ടീമാണ്. മൊത്തം എല്ലാവരും ഉണ്ട് നമ്മളൊപ്പം. അപ്പൊ ഇവരെ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടതും ഇവരെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ്. ഇതിലധികം ആൾക്കാരും +2 പഠിക്കുന്നത്. ഇവരെ ലാസ്റ്റ് വർഷത്തെ കലോത്സവമായിരുന്നു ഈ കഴിഞ്ഞ കൊല്ലത്ത് വെച്ചിരുന്നത്. അത് നമ്മുടെ സ്വന്തം കൊല്ലത്ത് വെച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇവരുടെ ടീച്ചർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു പ്രാവശ്യം ഇനി അടുത്ത തവണ +1 പഠിക്കുന്ന കുട്ടികളെ കലോത്സവ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ ഇവിടെ വരാം. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.